Hello, welcome to Dry Chilli, Kerala style chicken curry. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം സ്ലൈസ് ചെയ്ത കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുക. തേങ്ങ ചെറുതായി ഒന്ന് വഴറ്റുക. അതിലേക്ക് ചോപ്പ് ചെയ്ത 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 10 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു വലിയ സവാള കൂടെ ചേർത്ത് വഴറ്റുക. സവാള ചെറുതായൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ടാകും. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇവയെല്ലാം ചേർത്ത് മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ തീ വളരെ സ്ലോ ഫ്ലെയിമിലിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ തീ പൂർണ്ണമായും ഓഫ് ചെയ്തോ നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്തതാണെങ്കിൽ വീണ്ടും വളരെ ചെറിയ ഒരു തീയിലേക്കിട്ട് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ടൊമാറ്റോ പ്യൂരി ആക്കിയത് കൂടി നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കുക. തക്കാളിയും ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല ചിക്കനിൽ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്നും വരുന്ന വെള്ളത്തിലാണ് നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഇളക്കി എല്ലായിടത്തും മസാല എത്തിയതിന് ശേഷം ഈ ചിക്കൻ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളം എല്ലാം ഇപ്പോൾ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതി കുക്കായിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. വീണ്ടും ഒരു 10-15 മിനിറ്റ് കൂടി ഇതേപോലെ സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കണം. നന്നായി അടച്ച് വെച്ച് തന്നെ വേണം വേവിക്കാൻ. കൂടുതൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് വെന്ത് വരാൻ ബുദ്ധിമുട്ടാവും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. ഗരം മസാല കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഈ ചിക്കൻ വേവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1 കപ്പ് ലൂസ് കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണെങ്കിൽ 1/2 കപ്പ് മതിയാവും. ബാക്കി വരുന്ന 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചതിന് ശേഷം ചിക്കൻ നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ചിക്കൻ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക്
ഒരു 3-4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക്, 1-2 ഡ്രൈ ചില്ലി, കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് താളിച്ച് നമ്മുടെ ഈ വെന്തു വന്ന ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ താളിച്ചൊഴിക്കുന്നത് കൊണ്ട് ചിക്കൻ കറിക്ക് വളരെ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇത് അടച്ച് വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കേരള സ്റ്റൈൽ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.